ലോകത്തിലെ ഏറ്റവും ഇന്ത്യയിലെ എല്ലാ ഓരോ പൗരനും ഏറ്റവും അഭിമാനത്തോടെ കാണുന്നതാണ് പട്ടാളം എന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ബഹുമാനത്തോടെയാണ് കാണുന്നത്. രാജ്യത്തിന് സേവനം അനുഷ്ഠിച്ചത് അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് സേവനം അനുഷ്ഠിച്ച് ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കാൻ എല്ലാ സൗകര്യം ഒരുക്കി തരേണ്ട ഈ ആർമി തന്നെ നമ്മളെ ശവക്കുഴിയും കൂടെ തോണ്ടുന്ന ഈ പരിപാടി നടത്തുന്നതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10 വയസ്സാകുന്നതിന് മുമ്പേ യൂണിഫോമിൽ കയറിയ ഒരാളാണ്. ഞാൻ ആദ്യം 10 വയസ്സാകുന്നതിന് മുമ്പേ സൈനിക് സ്കൂളിൽ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ നാഷണൽ ഡിഫൻസ് അക്കാഡമി കടക്വാസിലായി പോയി. അങ്ങനെ ഏകദേശം ഒരു 45 വർഷത്തോളം യൂണിഫോം ഇട്ടു. ആർമി ആണ് എന്നെ തീറ്റിപ്പോറ്റത്. എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലായത് ആർമിയുടെ ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ആർമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർമിയോട് യാതൊരു വൈരാഗ്യമില്ല, എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ എനിക്കുള്ളത് ഈ AWHO എന്ന ഒരു ഓർഗനൈസേഷൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ആർമിയുടെ കീഴിലുള്ള ഒരു AWHO എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഉണ്ട്. എറണാകുളം വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിൽ ചന്ദർ കുഞ്ച് എന്ന് പറയുന്ന പേരിലുള്ള ഒരു ആർമിയുടെ ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. 3 ഫ്ലാറ്റ് സമുച്ചയങ്ങളാണുള്ളത്. ആ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ 3 ഏത് സമയത്തും നിലം പതിക്കാം. അത്രയും അഴിമതിയും ധൂർത്തും അതേപോലെ എല്ലാ തരത്തിലും ഇത് ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന് പൂർണ്ണമായ ഉത്തരവാദി ആർമിയാണെന്ന് പറയാൻ പറ്റും. കാരണം ആർമീൻ്റെ കീഴിലുള്ള വെൽഫെയർ സൊസൈറ്റിയാണ് ഈ നമസ്കാരം. കേരളത്തിലെ പ്രമാദങ്ങളായ പല കേസുകളും പുറം ലോകത്തെത്തിച്ചത് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ തന്നെയാണ്. ക്രൈം മാഗസിൻ ഉള്ള കാലം മുതൽ തന്നെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളും അരാജകത്വങ്ങളും തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു ക്രൈമിൻ്റെ ഒരു നയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഐസ്ക്രീം പാർലർ കേസ്, വിതുര പെൺവാണിഭ കേസ്, അതുപോലെ ഇന്നും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ലാവ്ലിൻ കേസ്, ഇങ്ങനെ പല പ്രമാദങ്ങളായ കേസുകളും പുറം ലോകത്തെത്തിച്ചത് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ തന്നെയാണ്. ഇപ്പോൾ നന്ദകുമാർ വിവാദമായ മറ്റൊരു വാർത്ത കൂടി പുറത്തെത്തിക്കുന്നു. ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സേവനനിരതരായി സ്വന്തം ജീവിതം വരെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വിഭാഗക്കാരാണ് പട്ടാളക്കാർ. ഈ പട്ടാളക്കാർ അവരുടെ സേവന കാലയളവിന് ശേഷം സ്വസ്ഥമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായി താമസിക്കുന്നതിന് വേണ്ടി വൈറ്റില ഗോൾഡൻ സാൻഡ് ഐലൻഡിലെ ചന്തക്കൊഞ്ച് എന്ന അപ്പാർട്ട്മെൻറ്റിൽ ഏതാണ്ട് 264 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 3 വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളായി നിൽക്കുന്ന ഈ പാർപ്പിട സമുച്ചയം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അഥവാ അത്രത്തോളം ജീർണാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ പഴക്കം കൊണ്ടല്ല, മറിച്ച് ആർമിയിൽ നിന്നും റിട്ടയർ ആവുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് താമസിക്കുവാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുന്ന ചില ആളുകളുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദുർഗതി വരുന്നത്. അടുത്തിടെ ഏറ്റവും അടുത്ത നിമിഷത്തിൽ ഒരു വലിയ വൻ ഭൂകമ്പത്തിന് സമാനമായ സ്ഫോടനത്തോടുകൂടി ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അത്രയും തകർന്നടിയും എന്ന് തന്നെയാണ് TP നന്ദകുമാർ അവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലായ കാര്യം. ഏതാണ്ട് 35 വർഷം ആർമിയിൽ സേവനമനുഷ്ഠിച്ച ബ്രിഗേഡിയർ ജോസൂട്ടി കുര്യനുമായി TP നന്ദകുമാർ നടത്തിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നത്. ഈ 264 കുടുംബങ്ങളും താമസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, ഈ അപ്പാർട്ട്മെൻറ്റ് ഏത് സമയത്തും ഇടിഞ്ഞ് വീണ് നിലം പതിക്കാം. പല ഫ്ലാറ്റുകളിൽ നിന്നും പല അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും അതിൻ്റെ മുകൾ ഭാഗം ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ബ്രിഗേഡിയർ ജോസൂട്ടി കുര്യൻ ഉൾപ്പെടെയുള്ള പലരും രക്ഷപ്പെട്ടത്. ആർമി തന്നെയാണ് തൻ്റെ ചോറെന്നും തനിക്കിപ്പോഴും കൂറ് ആർമിയോടാണെന്നും തൻ്റെ കുട്ടികളെല്ലാം നല്ല നിലയിലായതും ആർമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എന്നും ബ്രിഗേഡിയർ ജോസൂട്ടി കുര്യൻ പറയുമ്പോൾ AWHO എന്ന ഒരു സംഘടനയുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഇത്തരം അപ്പാർട്ട്മെൻറ്റുകൾ, അവിടെയാണ് അഴിമതികൾ നടന്നിരിക്കുന്നത്. അത്തരം അഴിമതികൾ പുറം ലോകത്തോട് തുറന്നു പറയുകയാണ് ബ്രിഗേഡിയർ ജോസ് കുട്ടി കുര്യൻ. ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ TP നന്ദകുമാർ
ബ്രിഗേഡിയർ ജോസ് കുട്ടി കുര്യനുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എറണാകുളം വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിൽ ചന്ദേർ കുഞ്ച് എന്ന് പറയുന്ന പേരിലുള്ള ഒരു ആർമിയുടെ ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. 3 ഫ്ലാറ്റ് സമുച്ചയങ്ങളാണുള്ളത്. ആ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ 3 ഏത് സമയത്തും നിലം പതിക്കാം. അത്രയും അഴിമതിയും ധൂർത്തും അതേപോലെ എല്ലാ തരത്തിലും ഇത് ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന് പൂർണ്ണമായ ഉത്തരവാദി ആർമിയാണെന്ന് പറയാൻ പറ്റും. കാരണം ആർമീൻ്റെ കീഴിലുള്ള വെൽഫെയർ സൊസൈറ്റിയാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിട്ടുള്ളത്. അവർ ശില്പ കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് പണിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഈ ആർമിക്ക് തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം ആർമിയിലുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ 2 ലക്കങ്ങളായി 2 എപ്പിസോഡുകളായി ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ 3-ാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ അവിടെ വൈസ് പ്രസിഡന്റായ അവിടുത്തെ അസോസിയേഷന്റെ, അതായത് 264 കുടുംബങ്ങൾ താമസിക്കുന്ന ചന്ദേർ കുഞ്ച് ആർമി ടവറിലെ അസോസിയേഷൻ ഉണ്ട്. അതിൽ വൈസ് പ്രസിഡന്റായ ജോസ് കുട്ടി കുര്യൻ എന്ന് പറയുന്ന ബ്രിഗേഡിയർ, അദ്ദേഹം വലിയ ബ്ലോഗറാണ്, എഴുത്തുകാരനാണ്, എല്ലാമാണ്. അദ്ദേഹം അവിടെ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിന് യോഗ ചെയ്ത് തിരിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വലിയ ഭിത്തിയിൽ നിന്ന്, മുകളിൽ നിന്നുള്ള വലിയൊരു ഭിത്തിയുടെ ഭാഗം താഴത്തേക്ക് വീണ് അദ്ദേഹം അവിടെ ആയിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹവുമായി നടത്തിയ ഇന്റർവ്യൂ ആണെന്ന് ഞാൻ പുറത്തുവിടുന്നത്. എൻ്റെ പ്രേക്ഷകർ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായി കാണണം, ഇത് പ്രചരിപ്പിക്കണം. ഇത് ആർമിയിൽ നടക്കുന്ന വലിയ അഴിമതിയാണ്, ആർമി വരെ ചതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കൊന്ന് കേൾക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ, ഈ അപകടം നിറഞ്ഞ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ സി ബ്ലോക്കിൽ 1-ാം നിരയിൽ 0102 എന്ന ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ബ്രിഗേഡിയർ ജോസ് കുട്ടി കുര്യൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം നമ്മളോട് ഇവിടെ ഉണ്ടായുള്ള അനുഭവം പറയും. കാരണം അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഒന്നിച്ച് ഒരു കഷ്ണം കോൺക്രീറ്റ് പാളികളെ വീണത് അദ്ദേഹം ഭാഗ്യത്തിനാണ് അത് രക്ഷപ്പെട്ടത്. ഉണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഏകദേശം 1 മണിക്കൂറോളം യോഗ ചെയ്യും. യോഗ ചെയ്യുന്നത് ആ മുമ്പിൽ കാണുന്ന ആ ടെറസിലാണ്. ഞാൻ ഈ യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് വന്നിട്ട് പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് സാധാരണ പതിവ്. അങ്ങനെ ഞാൻ അകത്ത് വന്ന് ഒരു 5 മിനിറ്റിനകം പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഞാൻ പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു വലിയ കോൺക്രീറ്റ് കഷ്ണം വന്ന് താഴെ വീണിട്ട് ഞാൻ കിടന്ന് യോഗ ചെയ്തുകൊണ്ടിരുന്ന അതേ സ്ഥലത്ത് വന്ന് വീണിരിക്കുന്നു. അതായത് ഭാഗ്യമെന്ന് വെച്ചാൽ 5 മിനിറ്റ് മുമ്പേ അത് വീണിരുന്നെങ്കിൽ ഞാനിപ്പം ഹിസ്റ്ററിയായി മാറിയെന്നെ. ഒരു ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ദൈവം കുറച്ചുകൂടെ ആയുസ് നീട്ടിത്തന്നു. അങ്ങനെ ഞാൻ ഇന്നിപ്പം ജീവിക്കുന്നു. അതെല്ലാം കാരണം എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരുപക്ഷെ കുറച്ച് എക്സ്ട്രാ പൈസ മുടക്കുകയാണെങ്കിലും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു വീട് റെന്റിന് എടുത്തിട്ട് പോകാം. അതനുസരിച്ച് ഞങ്ങൾ ഈ വീട് കാലിയാക്കി ഒരു 3 മാസം മുമ്പ് തേവരയിൽ ഒരു വീട് റെന്റിനെടുത്ത് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ റെന്റ് മുഴുവൻ ഞാൻ എൻ്റെ പെൻഷനിൽ തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ സ്വന്തം വീടുണ്ടായിട്ടും അതിലുള്ള വരുംവരായികളെ പേടിച്ച് ഞാൻ പുറത്തു പോയി താമസിക്കുന്നു. അങ്ങനെ ഒരു ശോചനീയമായ ഒരു നിലയിലാണ് ഞാൻ ഇന്ന്. താങ്കൾ എത്ര കാലം പട്ടാളത്തിൽ വർക്ക് ചെയ്തു? ഞാൻ പട്ടാളത്തിൽ ഏകദേശം 31 കൊല്ലം വർക്ക് ചെയ്തു. മിക്കവാറും എല്ലാ മേഖലയിലും, ഇൻക്ലൂഡിങ് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് IPKF, ശ്രീലങ്കയിലെ ജമ്മു കാശ്മീരിലെ 3 പ്രാവശ്യം, നോർത്ത് ഈസ്റ്റ് നാഗാലാൻഡിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഇന്ത്യ മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു. പിന്നെ അവസാനം പേടി, എനിക്ക് ആർമി പണിത് തന്ന ഈ വീട്ടിൽ തന്നെ എനിക്ക് ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു ഇപ്പൊ പേടി. അത് കാരണമാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് തേവരയിലെ റെന്റിന് വീടെടുത്ത് താമസിക്കുന്നത്. എത്ര ലക്ഷമാണ് ഈ വീടിന് കൊടുത്തത്? ഇതൊരു സി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വലിയ വീടാണ്. അതിന്റെ കൂട്ടത്തില് ഫസ്റ്റ് ഫ്ലോറിലുള്ള എല്ലാ വീടുകൾക്കും ഈ ടെറസുകളുണ്ട്. ഏകദേശം 400 സ്ക്വയർ ഫീറ്റ് ടെറസ് ഉണ്ട്. അതിന് ഞാൻ ഏകദേശം 10 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്ത് മേടിച്ചതാണ്.
എല്ലാം കൂടെ ഞാൻ AWHOയ്ക്ക് ഏകദേശം 85 ലക്ഷം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കാണാമല്ലോ, ഞാൻ ഇവിടുന്ന് എന്നെ എൻ്റെ കുഴിയിലേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നായിരുന്നു എൻ്റെ വിചാരം. കാരണം ഇതെൻ്റെ അവസാനത്തെ വാസസ്ഥലം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് നല്ല ഡീസൻ്റായിട്ട് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അങ്ങനെ ഏകദേശം 15 ലക്ഷത്തോളം അതിന് ചിലവായി. പിന്നെ രജിസ്ട്രേഷൻ, സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം കൂടെ കൂട്ടി ഞാൻ 2013 തൊട്ട് ആദ്യം ഇൻസ്റ്റാൾമെൻറ്റ് വീടിന് വേണ്ടി കൊടുക്കാൻ തുടങ്ങിയാണ്. 2018 ആയപ്പോഴത്തേക്കും ഒക്ടോബർ 15-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യം കയറി താമസിച്ച്. അതിനു മുമ്പേ ഏകദേശം 1,05,00,000 രൂപ ഞാൻ എല്ലാം കൂടെ മുടക്കി. അതാണ് ഇപ്പം ഈ സ്ഥിതിയിൽ എന്ന ശോചനീയമായ അവസ്ഥ ഞാൻ എല്ലാവരും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്തൊക്കെ തകരാറാണ് ഇവിടെ ഈ ബിൽഡിങ്ങിന് ഇപ്പം ഉണ്ടായിട്ടുള്ളത്? താങ്കൾ നേരിട്ട് എത്ര കാലം മുൻപ് തുടങ്ങി? ഇപ്പം 2018 ഇത് വാങ്ങിയത്? 2018 ഞാൻ മാർച്ചിൽ വീടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇന്റീരിയറും പിന്നെ ഇലക്ട്രിക്കലും എല്ലാം ചെയ്ത് അതിന് ഏകദേശം 6 മാസം എടുത്തു. പിന്നെ ഒക്ടോബർ 18-നാണ് 2018 ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. ഈ ബിൽഡിങ്ങിൽ ഇപ്പൊ C ബ്ലോക്ക് ആണല്ലോ, മൊത്തം ബിൽഡിങ്ങിന്റെ C ബ്ലോക്കിൽ എന്തൊക്കെ തകരാറുകളാണ് തുടക്കം മുതൽ താങ്കൾ കണ്ടു തുടങ്ങിയത്? ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇതുപോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ വിള്ളലുകൾ കാരണം ഇങ്ങനെ കോൺക്രീറ്റ് ഇങ്ങനെ അടർന്നിടന്ന് വരുന്നു. കോൺക്രീറ്റ് അടർന്നിടന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് താഴോട്ട് വീഴുന്നു. പല പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലരുടെ കാറ് തകർന്നു. ചിലരുടെ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ആരുടെയും മേത്ത് വീണിട്ടില്ല ഈ കോൺക്രീറ്റ്. അത് ഏത് സമയത്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് നേരത്തെ തന്നെ കോടതിയുടെ ഓർഡർ വരുന്നതിന് മുമ്പേ മാറി താമസിക്കാമെന്ന് വിചാരിച്ചത്. ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നു. അതായത് ഏത് സമയത്തും കോൺക്രീറ്റ് മുകളിൽ നിന്ന് വീഴുവോ എന്നൊരു പേടി. അതായത് AWHO എന്ന് പറയുന്നത് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ. അവർ ഈ 1-ാം തീയതിനുള്ളിൽ കംപ്ലീറ്റ് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 1-ന് മുമ്പ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ 1-ന് മുമ്പേ വെക്കേറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ആ സമയത്തേക്ക് പിന്നെ ഈ കേസ് വന്നു, ഹൈക്കോടതി കേസ് വന്നു. അന്നേരം അതവർ പറഞ്ഞു ഓക്കെ വേണ്ട. എന്നാൽ പിന്നെ പറഞ്ഞു ഓക്കെ എന്നാൽ 30 സെപ്റ്റംബറിലേക്ക് മാറി തരണമെന്നു. എന്നാലും ഈ ഹൈക്കോടതി കേസിന്റെ തീരുമാനമൊന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇനിയും ഹൈക്കോടതി കേസ് തീരുമാനമാകുന്നവരെ നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഇറങ്ങി തന്നാലേ അവർക്ക് ഞങ്ങളുടെ റെന്റ്, ഈ 208 പേരുടെയും റെന്റ് AWHO തരേണ്ടി വരും. അതവർക്കൊരു ഭാരമാണെന്ന് അവർ വിചാരിക്കുന്നു. അത് കാരണം അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ അവിടെ തന്നെ ജീവിച്ചോ, ചാകണമെങ്കിൽ ചത്തോ, മരിച്ചോ, ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണ്ട, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇറങ്ങണ്ട, കോടതിയുടെ വിധി വരുന്നത്. ഈ ലോകത്തിലെ ഇന്ത്യയിലെ ഓരോ പൗരനും ഏറ്റവും അഭിമാനത്തോടെ കാണുന്നതാണ് പട്ടാളം എന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ബഹുമാനത്തോടെയാണ് കാണുന്നത്, രാജ്യത്തിന് സേവനം അനുഷ്ഠിച്ചത്. അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് സേവനം അനുഷ്ഠിച്ച് ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കാൻ എല്ലാ സൗകര്യം ഒരുക്കി തരേണ്ട ഈ ആർമി തന്നെ നമ്മളെ ശവക്കുഴിയും കൂടെ തോണ്ടുന്ന ഈ പരിപാടി നടത്തുന്നതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10 വയസ്സാകുന്നതിന് മുമ്പേ യൂണിഫോമിൽ കയറിയ ഒരാളാണ്. ഞാൻ ആദ്യം 10 വയസ്സാകുന്നതിന് മുമ്പേ സൈനിക് സ്കൂളിൽ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ നാഷണൽ ഡിഫൻസ് അക്കാദമി കടക്വാസിലായി പോയി. അങ്ങനെ ഏകദേശം ഒരു 45 വർഷത്തോളം യൂണിഫോം ഇട്ടു. ആർമി ആണ് എന്നെ തീറ്റിപ്പോറ്റത്. എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലായത് ആർമിയുടെ ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ആർമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർമിയോട് യാതൊരു വൈരാഗ്യമില്ല, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. പക്ഷെ എനിക്കുള്ളത് ഈ AWHO എന്ന ഒരു ഓർഗനൈസേഷൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ആർമിയുടെ കീഴിലുള്ള ഒരു AWHO എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ 1988 പൂനെയിലെ ഒരു AWHO വീട്, സാളുങ്ക്യ ബിഹാർ എന്ന് പറയും, അവിടെ മേടിച്ചിരുന്നു. അത് നല്ല വീടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്ന് ഞാൻ സർവീസിലായിരുന്നുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റിയില്ല. അത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് വിറ്റു. അന്നേരം അതുകൊണ്ട് എനിക്ക്
ആർമിയോട് ഒരു കംപ്ലൈന്റും ഇല്ല. ആർമി എന്നെ തീറ്റിപ്പോറ്റി നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞതാണ് ആർമി. ഇപ്പോഴും ആർമി എനിക്ക് ഡീസന്റ് ആയിട്ടുള്ളൊരു പെൻഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് ആർമിയോട് എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല. എത്ര വർഷം? 35 വർഷമാണോ സേവനം അനുഷ്ഠിച്ചത്? 31 വർഷം. ഞാൻ 31 വർഷം. അത് വിട്ടിട്ട് പിന്നെ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സെക്യൂരിറ്റിയുടെ ഹെഡായിട്ട് ബോംബെയിൽ ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ അതും കൂടെ കൂട്ടി ഏകദേശം 39 വർഷത്തോളം ഞാൻ സ്റ്റേറ്റ് ബാങ്ക് അല്ലെങ്കിൽ ആർമിയിലെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. താങ്കൾ ഈ ബ്ലോഗ്, അതായത് യാത്ര ചെയ്യുന്ന അനുഭവങ്ങളെല്ലാം തന്നെ പങ്കുവെക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയുള്ള ഒരാൾ ഈ അനുഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഇതിനെക്കുറിച്ചും ഞാൻ ഒരു ബ്ലോഗ് ഏകദേശം സെപ്റ്റംബർ അവസാനമായിരുന്നെന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ട്. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. എൻ്റെ ഫ്രണ്ട്സ് വിദേശത്തുള്ളതും ഇന്ത്യയിലുള്ളവരും ഒക്കെ എന്നെ വിളിച്ച് അവരുടെ സങ്കടം അറിയിച്ചു. ഇങ്ങനെ എന്താ സംഭവിച്ചത്, അങ്ങനെ സംഭവിക്കരുതായിരുന്നു, ആർമി എങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ പറ്റിച്ചത്. പക്ഷെ അതിനൊക്കെ ഞാൻ ഇതേ പറയുന്നുള്ളൂ, ആർമിക്ക് ഞാൻ കുറ്റം പറയുകയില്ല. ഈ ഓർഗനൈസേഷൻ AWHO എന്നൊരു ഓർഗനൈസേഷനാണ് ഇത്. ആയിരിക്കാം പക്ഷെ ആർമിയുടെ കീഴിലുള്ള ഓർഗനൈസേഷൻ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളിൽ അതിൽ മുമ്പ് വർക്ക് ചെയ്ത ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരുപക്ഷെ ആർമി ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് നീതി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ കോടതികളും അല്ലെങ്കിൽ ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, കളക്ടേഴ്സ് ഓഫീസ് ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഞങ്ങളുടെ സഹായത്തിൽ വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എത്രയും വേഗം ഒരു ഒത്തുതീർപ്പാകാൻ വേണ്ടി നോക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഞങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന്. അതായത് ആർമിയിലൊക്കെ ഏറ്റവും അധികം ആർമീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ കാണുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ബഹുമാനിക്കുന്ന ഒരു നേതാവായിട്ട്. അദ്ദേഹം ആർമിയെക്കുറിച്ച് എപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയാറ്, അഭിമാനത്തോടെ പറയാറ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഈ ആർമിൻ്റെ കീഴിൽ അവിടെ ആർമിയിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് ഇത്രയധികം ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാത്തത്? തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് ഇപ്പം പെട്ടുവരുന്നേ ഉള്ളൂ. കാരണം നേരത്തെ ഒരു ലോക്കലൈസ്ഡ് പ്രോബ്ലം, ഒരു ചെറിയ കൊച്ചിയിൽ ഒരു AWHO ഒരു ആർമിയുടെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പ്രോബ്ലം എന്നല്ലാതെ നേരത്തെ ഇത് നാഷണൽ ഹെഡ്ലൈൻസോ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസോ ഒന്നും വന്നില്ലായിരുന്നു. ഇത് കഴിഞ്ഞ ഒരു 6 മാസമായിട്ടാണ് ഇത് നാഷണൽ ഹെഡ്ലൈൻസ് ആയി വരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് അറിഞ്ഞത് രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാറ് പുള്ളി ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് AWHO ന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഗവൺമെന്റ് പട്ടാളത്തോടും ആർmed ഫോഴ്സസിനോടും വളരെ സോഫ്റ്റായിട്ട് വളരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിൽ ഒരിക്കൽ എത്തിയാലേ ഞങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് ഈ സ്ഥലം വാങ്ങുന്നതിലും അതേപോലെ ഉണ്ടായുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ഉത്തരവിട്ടു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എന്താണ് ഉണ്ടായിട്ടുള്ളത്? ആ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ സർവീസിലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവ്. 2017 മുതൽ 18 വാങ്ങുന്നത്. എന്തായാലും ആ കാലഘട്ടം മുതൽ ഇതുവരെ BJP ഗവൺമെന്റാണ് ഭരിക്കുന്നത്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നിൽക്കുന്ന കാലഘട്ടത്തിൽ ആർമിയുടെ കീഴിലുള്ള വിങ്ങാണ് ഇത്രയും ഗുരുതരമായ അഴിമതി നടത്തിയിട്ടുള്ളത്. ഏകദേശം മൊത്തം എത്ര രൂപയായിട്ടുണ്ടാവും ബിൽഡിംഗ് ഫ്ലാറ്റുകൾക്കെല്ലാം കൂടി? ഫ്ലാറ്റിന്റെ മൊത്തം ഓരോരുത്തരും വാങ്ങിയിട്ടുള്ള വിലയെല്ലാം കൂടെ ഏകദേശം 180 കോടിയുടെയാണ് ഈ 264 ഫ്ലാറ്റും കൂടെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്നാണ് എനിക്കുള്ള അറിവ്. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇത് എത്ര കോടികൾ അഴിമതി നടന്നിട്ടുണ്ടോ ഏകദേശം അങ്ങയുടെ അഭിപ്രായത്തിൽ? അല്ല, താങ്കൾ ഇവിടെ ഏകദേശം ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും ഹൈക്കോടതിയിൽ ഇപ്പൊ കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത വൈസ് പ്രസിഡന്റ് ആണല്ലോ ഈ അസോസിയേഷന്റെ. ഇവിടുത്തെ അസോസിയേഷന്റെ പേരെന്താണ്? ചന്ദർകുഞ്ച് ആർമി ടവേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ കേസ് കൊടുത്താൽ ഡീറ്റെയിൽ താങ്കൾക്കും അറിയാലോ. അപ്പോ ഏകദേശം എത്ര കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടോ അവിടെ?
അത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് യാതൊരു ഒരു റിസോഴ്സസും എൻ്റെ കയ്യിലില്ല. എന്നിരുന്നാലും അഴിമതി നടന്നെന്ന് യാതൊരു ഡൗട്ടും ഇല്ല. ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതിൽ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് കേണൽ MD മുരളീധരൻ നായർ എന്നാണ്. മലയാളിയാണ്. മലയാളി. പുള്ളി കൊച്ചിയിൽ തന്നെ സെറ്റിൽഡ് ആണ്. പുള്ളിയുടെ മേൽനോട്ടത്തിലാണ് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ഹാൻഡിങ് ഓവറും അത് കഴിഞ്ഞിട്ട് പിന്നെയും 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ സ്ഥാനത്തു നിന്ന് വിരമിച്ചത്. പുള്ളിയുടെ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ, അതായത് മേൽനോട്ടത്തില് തീർച്ചയായിട്ടും വീഴ്ച വന്നിട്ടുണ്ട്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ പുള്ളി ഇത്ര കോടി എടുത്തു, ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നത് എനിക്ക് അറിവില്ലാതെ ഞാൻ എന്നാലും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ആർമിക്ക് തന്നെ, മൊത്തം ആർമിക്ക് തന്നെ ദോഷമാണ്, ഇന്ത്യ ഗവൺമെന്റ് തന്നെ മോശമാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ഈ രാജ്യത്തെ സേവനം നടത്തിയിട്ടുള്ള ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച ആളുകളോടാണ്, ആർമിയിലെ മുമ്പ് വർക്ക് ചെയ്ത ആളുകളോടാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നത്. കാരണം അവരുടെ ജീവനടക്കാണ് അപകടത്തിൽ പെട്ടുപോകേണ്ടത്. താങ്കളെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരാളാണ്. കാരണം ഇന്ന് ജീവനോടെ കാണുന്നത്